കൊച്ചിയിൽ നിന്ന് 1.5 മണിക്കൂർ ഫ്ലൈറ്റിൽ കയറി എത്താൻ പറ്റിയ കിടിലം ഒരു സ്പോട്ട്. ഇതാണ് അണ്ണൻ വാഴ്ചയുടെ ഔട്ട്ഫിറ്റ്. എന്റെ ആണോ എവന്റെ ആണോ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഹായ് ഗായ്സ്, ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസമാണ്. നമ്മൾ കുറേ നാളോട്ട് വെയിറ്റ് ചെയ്തൊരു സ്ഥലത്തോട്ട് ഇന്ന് ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പം നമുക്ക് ആദ്യം പെട്ടി പാക്ക് ചെയ്യാം. ഈ ഒരു ക്രോപ്പ് ടോപ്പൊക്കെ എടുത്ത് വെച്ചേക്കാം, എങ്ങാനും നമ്മളൊരു ട്രിപ്പിന് പോകുന്നില്ല, അപ്പോൾ യൂസ്ഫുൾ ആയാലും. അപ്പം ഈ ഒരു എല്ലാ ഔട്ട്ഫിറ്റ് ഞാൻ ആ ഒരു പ്ലേസിലോട്ട് വേണ്ടി ഷോപ്പ് ചെയ്തതാണ്. നെക്സ്റ്റ് ഐറ്റം എന്താ, ഈ ഒരു ടോപ്പാണ്. ഈ 2 ക്രോപ്പ് ടോപ്സ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഒരു സെറ്റ് ഡ്രസ്സ് ഉണ്ട്, ഇതൊരു സ്കർട്ട് പോലത്തതും, പിന്നെ ഒരു പെലാസോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്യാം. അത് 2ാമത്തെ ദിവസമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. 2 അല്ല 3. 3ാമത്തെ തവണയാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പം ചെറുതായിട്ട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഗൈസ്, 1 ഡേ ട്രിപ്പിന് പോയാൽ തന്നെ ഞാൻ ഒരു ലോഡ് ഡ്രസ്സ് എടുത്ത് വെക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ ഈ ഒരു 4-5 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഞാൻ അലമാര ഇരുന്ന മിക്ക ഡ്രസ്സും എടുത്തു. പിന്നെ ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു. ഗൈസ്, അപ്പോൾ രാവിലെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നേക്കുന്നത്. ഞാൻ എന്തായാലും തണുത്ത് വിറയ്ക്കും. അതുകൊണ്ട് ഈ ഒരു ഹുഡി പോലത്തെ ഡ്രസ്സാണ് എൻ്റെ എയർപോർട്ട് ലുക്കിന് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സാണ് എയർപോർട്ട് വരായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ ഡ്രസ്സ് ഞാനിങ്ങനെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ അലമാരയിലുള്ള എല്ലാ ഡ്രസ്സും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന്. അപ്പം ട്രിപ്പ് കഴിഞ്ഞ് കാണാം. അണ്ണുവാഴ ചേട്ടൻ്റെ ബാത്റൂമിൽ കയറി, അവൻ്റെ മെയിൻ സ്ഥലമാണ് ബാത്റൂം. നമ്മളിനി അപ്പം നേരെ കൊച്ചിയിലോട്ടാണ് പോകുന്നത്. എയർപോർട്ടിൽ പോയിട്ട് ബാക്കി കാണാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ നിന്ന് ബസ്സിൽ പോകാനുണ്ട് കുറച്ച് ദൂരം. ബസ്സും കിട്ടണം. നമ്മൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ നേരെ ബസ്സിൽ നേരെ ഫ്ലൈറ്റിൽ. അപ്പം ഇനി കൊച്ചി വെച്ച് കാണാം. ബായ്. ഇതാണ് അണ്ണൻ വാഴ്ചയുടെ ഔട്ട്ഫിറ്റ്. എൻ്റെ ആണോ എവൻ്റെ ആണോ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പം നമ്മൾ നേരെ പോകുന്നത് കൊച്ചി പിടിക്കാൻ. നമുക്ക് ആദ്യം ഓട്ടോ പിടിച്ച് ആലപ്പുഴയിൽ നിന്ന് ബസ്. ആദ്യം ആലപ്പുഴ. ബൈ ഗായ്സ്. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായി. നമ്മൾ ഓട്ടോയിൽ കയറി കൊച്ചിയിലെത്തിയപ്പോൾ നല്ല ഡിലേ ആയി. അപ്പോൾ 1 ഹവറിന് മുന്നേ നമുക്ക് ചെക്കിങ് തുടങ്ങും. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും 7:35 ആയി. കൊച്ചി എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് കൊച്ചിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം എയർപോർട്ടിലേക്ക് കയറാനായിട്ട്. അപ്പോൾ കയറി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സൈഡിൽ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം അവരുടെ കാലൊക്കെ പിടിച്ചാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. നമ്മൾ അലയൻസിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് അവരൊരു ബസ്സാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് യൂഷ്വലി ബസ്സിൽ കയറി അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമില്ല. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ കയറാനാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ കയറി അതിൻ്റെ അകത്ത് ബോർഡ് ചെയ്തു. കുറേ പേരുണ്ടായിരുന്നു അവിടെ. എപ്പോഴും ഇങ്ങനെ ടൂറിസ്റ്റൊക്കെ വരുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. ഓഫ് സീസണാണ്, പക്ഷേ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ ഇൻഡിഗോയും കുറേ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകാശത്തോടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിത് ഇവിടെ ലാൻഡ് ചെയ്തു. കൊച്ചിയിൽ നിന്ന് ആകെ 1.5 മണിക്കൂർ ഫ്ലൈറ്റിൽ കയറി പാസ്പോർട്ട് പോലും ഇല്ലാതെ നമുക്ക് വരാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഇത്. എത്രയൊക്കെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്താൽ അതൊരു 1.5 മിസ്സിംഗ് ആണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന ഏജൻസി സീഹൽ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും. നമ്മൾ ലക്ഷദ്വീപ് ലാൻഡ് ചെയ്തിട്ട് നീലക്കടൽ കാണാൻ വേണ്ടി തൊപ്പി വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോൾ ലക്ഷദ്വീപിലെത്തി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നമ്മുടെ റൂമൊക്കെ പോയി എല്ലാം സെറ്റ് ചെയ്തു. ഇവരുടെ ഫിഷ് ആണ് കഴിക്കാൻ, ഒരു അടിപൊളി ഫിഷാണ്. വൈറ്റ് മീറ്റ് മാത്രമുള്ള ഫിഷായിരുന്നു. അതെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് വാക്കിനായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് കാണാം ഇവിടുത്തെ. എനിക്ക് മെയിനായിട്ട് ഇവിടെ അട്രാക്ഷനായിട്ട് തോന്നി ഇവിടെ ഫുള്ള് തെങ്ങും. നമ്മൾ ഗോവയിൽ പോയി, പക്ഷെ ഗോവയെക്കാളും വൈബ്. നല്ല തെങ്ങും നീല കളറിലുള്ള കടലും. നീല മീൻസ് നമ്മുടെ നാട്ടിലെ നീലയല്ല, ഒരു പ്രത്യേകതരം നീല. തേങ്ങയൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഇവിടെ തെങ്ങ് ഒരുപാടുള്ളതുകൊണ്ട് ഇവിടെ തേങ്ങയ്ക്കും കരിക്കിനൊക്കെ ഭയങ്കര വിലക്കുറവായിരിക്കും. പക്ഷെ കരിക്ക് വയ്ക്കുന്ന ആരെയും നമ്മളിതുവരെ കണ്ടില്ല അല്ലേ? എന്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ലക്ഷദ്വീപിലൊരു മ്യൂസിയത്തിലോട്ടാണ്. പണ്ട് ഇവിടെ ഗോൾഡൻ ജൂബിലി മ്യൂസിയത്തിലാണ് നമ്മുടെ സൈറ്റ് സീന് വന്നേക്കുന്നത്. ഇവിടെ പണ്ട് ബുദ്ധമതക്കാർ വന്നപ്പം അവരുടെ കുറേ ശേഷിപ്പുകളും കാര്യങ്ങളും ഇങ്ങനെ ഇവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കണ്ടോ, ഇതൊരു തിമിംഗലത്തിൻ്റെ നട്ടെല്ലാണ്. ഇത്രയും ഉണ്ട് സൈസ്. അതിൻ്റെ ഓരോ എല്ലാണിത്. ഇവിടെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. നീസാൻ കല്ല്, ഇത് പണ്ട് ഈ ശവപ്പറമ്പിൽ ആൾക്കാർ മരിക്കുമ്പം വെക്കുന്ന ഒരു ഇതാണ്. ഇത് മൊത്തം അറബി അക്ഷരങ്ങളെന്നാണ് അവർ പറയുന്നത്, ഇതിലെഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ കോമ്പസും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ കടലിൽ നിന്ന് കിട്ടിയതൊക്കെ അവരിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി? ചായ കുടിക്കാൻ നിയാസ്. നമ്മുടെ സ്പോൺസർ ചേട്ടന്മാർ.
മൈക്കില്ല, സൗണ്ട് കുറവാ. കുടിക്കാൻ എന്താ ഉള്ളത്? നമ്മൾ ശരിക്കും മലയാളികളല്ലേ, അതായത് ഇവിടെ മൊത്തം മലയാളികളാണല്ലോ കൂടുതൽ. അവരെങ്ങനെ ഇങ്ങോട്ട് എത്തിയത്? മലയാളത്തിൽ പറയാം, ആർക്കും മനസ്സിലാകത്തില്ല. നമ്മൾ ജനിക്കുന്ന അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വന്നു. ഇവിടുത്തെ വ്യൂസ് ഒക്കെ കാണാനായിട്ട്. ഇത് പുതിയതായിട്ട് എയർപോർട്ട് വരെ എക്സ്പാൻഡ് ചെയ്യാൻ ഇട്ടേക്കുന്ന സ്ഥലമാണ്. ഞാൻ ആദ്യം കാണിച്ചു തന്നെ നിനക്ക് മനസ്സിലാവും, ഇവിടുത്തെ എയർപോർട്ട് വളരെ ചെറുതാണ്. കാരണം ദ്വീപ് തന്നെ ചെറുതാണ്. ഇവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും ആ ഒരു എയർപോർട്ടിനകത്താണ് നടക്കുന്നത്. അങ്ങനെ എയർപോർട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ബീച്ച് കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. ബീച്ച് അടിപൊളി വ്യൂ ആണ്. നമ്മുടെ നാട്ടിലെ ബീച്ച് എന്ന് പോലെയല്ല, ഇവിടെ ലഗൂൺ ബീച്ച് എന്ന് പറയും. നമ്മൾ എത്ര ഇന്റർനാഷണൽ ട്രിപ്പ് പോയെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് മിസ് ചെയ്ത് അത് വലിയൊരു നഷ്ടമായിരിക്കും. എനിക്കാണെങ്കിൽ പണ്ട് ഈ അനാർക്കലി മൂവി കണ്ടപ്പോൾ തൊട്ട് ഈ ഒരു സ്ഥലത്തോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് വരേണ്ടത്, ഇവിടത്തേക്ക് പെർമിറ്റ് എടുക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു സീഗൾ ഹോളിഡേയ്സിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് അവർക്ക് മെസ്സേജ് അയക്കുന്നത്. അവർ തന്നെ നമ്മുടെ പെർമിറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി നമുക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്തു തന്നു. നമ്മൾക്ക് അവിടുത്തെ ഗൈഡായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. ഈ ഒരു സമയം കണ്ടോ, 7:15 ആയപ്പോഴും ഇവിടെ നല്ലപോലെ വെട്ടമുണ്ട്. സൂര്യൻ ഇപ്പോഴും അവിടെ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ കടലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടൽ പോലെയല്ല, ലഗൂൺ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആഴവും കുറവായതുകൊണ്ട് നമുക്കിവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും. പിന്നെ ഇതിനുള്ളിൽ വളരുന്ന മീനുകളെല്ലാം പ്രത്യേക ടേസ്റ്റുള്ള മീനാണ്, കാണാനേ നല്ല ഭംഗിയാണ്. നമുക്ക് എല്ലാ ദിവസവും ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഹോംലി ഫുഡാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നും ഇതുപോലെ കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ അടിപൊളി ഹോംലി ഫുഡ് റെഡി ആയിരിക്കും. ലക്ഷദ്വീപിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ മീൻ കറിയാണ്. അത്ര അടിപൊളി ടേസ്റ്റാണ് ഇവരുടെ ഫിഷിനും ഫിഷ് കറിക്കും. ബാക്കിയുള്ള ഏജൻസിയിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നതന്നെ ഇവരുടെ ഹോംലി ഫുഡാണെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്ര അടിപൊളി ടേസ്റ്റാണ്. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, എങ്ങനെയാണ് നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റുക, എങ്ങനെയാണ് പെർമിറ്റ് എടുക്കുക എന്നുള്ളതൊക്കെ. അതെന്തായാലും ഞാൻ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ലക്ഷദ്വീപ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞതെല്ലാം നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ഉള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. Day 1 അറ്റ് ലക്ഷദ്വീപ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് വിത്ത് ദ ഫിഷ് മോളി. ഇന്ന് നമ്മൾ വന്ന് ക്ഷീണം റെസ്റ്റ് എടുത്തു, നമ്മൾ ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ. നാളെ തൊട്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുന്നത്. അപ്പം നമുക്ക് നാളെ കാണാം. ഡേ 2 പറയാൻ പോകുന്നത് ഞങ്ങളിവിടെ ചെയ്ത ആക്ടിവിറ്റീസിനെയൊക്കെ പറ്റിയാണ്. സ്കൂബ ഡൈവിങ്, സ്നോർക്കിളിങ് തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ലക്ഷദ്വീപിൽ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കാഴ്ചകളും ആസ്വദിച്ച് ഇവിടെയുള്ള അതുപോലത്തെ അഡ്വഞ്ചേഴ്സൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ലക്ഷദ്വീപ്. പാർട്ട് 2 ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.